ഹായ് മക്കളെ, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. നമ്പർ ഓഫ് ഡീജനറേറ്റ് ഓർബിറ്റൽ ഇൻ തേർഡ് ഷെൽ ഓഫ് ഹൈഡ്രജൻ ഓർ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. അതാണ് ചോദ്യം. അതായത് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ്, അതായത് ഒരു ഇലക്ട്രോൺ ഉള്ള സ്പീഷീസ് ആണെങ്കിൽ അയാളുടെ മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഉണ്ട് എന്നാണ് ചോദ്യം. എന്ത് ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് വെച്ചാൽ എനർജി സെയിം ഉള്ള ഓർബിറ്റൽ. നമ്മൾ പൊതുവേ ഒരു ഓർബിറ്റലിൻ്റെ എനർജി നോക്കിയാൽ n+l റൂൾ വെച്ചിട്ട് അല്ലേ, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് n+l റൂൾ. ആ n+l ആർക്കാണോ കൂടുതൽ അവർക്കാണ് എനർജി കൂടുതൽ. അങ്ങനെ നോക്കുമ്പോൾ തേർഡ് ഷെല്ല് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3s ഉണ്ട്, 3p ഉണ്ട്, അതേപോലെ 3d ഉണ്ട്. 3sൻ്റെ n+l അല്ല 3pക്ക്, 3pൻ്റെ n+l അല്ല 3dക്ക്. കാരണം n സെയിമാണ്, 3 ആണ്. പക്ഷേ L എന്താ, 3sൻ്റെ L 0 ആണ്, 3pയുടെ L 1 ആണ്, 3dയുടെ L എന്താ 2 ആണ്. അപ്പോൾ n+l മാറ്റം ഉണ്ടായതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇയാളുടെ എനർജിയും ഇയാളുടെ എനർജിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്ന്. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് NCERT ഈ കൊടുത്തിട്ടുള്ളൊരു ഫിഗർ ഉണ്ട്. ഈ ഒരു ഫിഗർ എന്തായാലും നിങ്ങൾക്ക് അറിയണം. ഈ ഫിഗറിൽ കറക്റ്റ് അവർ പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്, അതായത് സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ് ആണെങ്കിൽ നിങ്ങൾ എനർജി നോക്കേണ്ടത് n മാത്രം നോക്കിയാൽ മതി. n സെയിം ആണെങ്കിൽ എനർജി എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ തേർഡ് ഷെല്ല് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം 3s, 3p, 3d. എല്ലാത്തിൻ്റെ n വാല്യൂ സെയിം അല്ലേ, എല്ലാത്തിലും n 3 അല്ലേ. അതുകൊണ്ട് ഇയാളുടെയും ഇയാളുടെ ഒക്കെ എനർജി എന്താണ്, സെയിമാണ്. അപ്പോൾ എനർജി സെയിം ആയിട്ടുള്ള എത്ര ഓർബിറ്റൽ ഉണ്ട്, 3s ഒറ്റൊന്ന്. 3p എന്ന് പറയുമ്പോൾ 3px ഉണ്ട്, 3py ഉണ്ട്, 3pz ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 ആയി. 3d എന്ന് പറയുമ്പം 3dxy, 3dxz, 3dyz, 3d(x²y²) ആൻഡ് 3dz². 5 ഡി ഓർബിറ്റൽ ഉണ്ട്. അപ്പം ഇവിടെ 5 ഓർബിറ്റൽ ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ ഈ ടോട്ടൽ ഈ 9 അല്ലേ, ഈ 9 ഓർബിറ്റൽസിൻ്റെയും എനർജി എന്താണ്, സെയിം ആണ്. അപ്പോൾ തേർഡ് ഷെല്ലിൽ 9 ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഉണ്ടെന്ന് പറയാം. കാരണം ഇത് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണ്, സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ് ആണെങ്കിൽ n വാല്യൂ നോക്കിയാൽ മതി. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n സെയിം ആണെങ്കിൽ എനർജി സെയിം ആയിരിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെ n സെയിം ആണ്, അതുകൊണ്ട് എല്ലാത്തിൻ്റെയും എനർജി സെയിം ആണ്. അതുകൊണ്ട് ഇവിടെ 9 സബ്ഷെല്ലല്ല ചോദ്യം, ഡീജനറേറ്റ് ഓർബിറ്റൽ ആയിരിക്കും ചോദിക്കുക. അതുകൊണ്ട് 9 ഓർബിറ്റൽസിൻ്റെയും എനർജി സെയിം ആയതുകൊണ്ട് നമ്പർ ഓഫ് ഡീജനറേറ്റ് ഓർബിറ്റൽ ഈക്വൽ ടു 9. n+l എപ്പോഴാണ് നോക്കുക, അത് മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസാണ്. ഈ ഫിഗറിൽ സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസിൻ്റെ ആണിത്, ഇതാണ് മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസിൻ്റെത്. മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസിൻ്റെ കേസിൽ ഓർബിറ്റൽസിൻ്റെ എനർജി ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മാത്രമല്ല, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും ഉണ്ട്. അതായത് n-ഉം l-ഉം നോക്കണം. അതുകൊണ്ട് തന്നെയാണ് 3sൻ്റെ എനർജിയും 3pൻ്റെ എനർജിയും സെയിം അല്ല. 3sൻ്റെ n+l എന്താ, 3+0 3pൻ്റെ n+l എന്താ, 3+1. അതുകൊണ്ട് n+l മാറ്റം ഉണ്ടായതുകൊണ്ട് ഈ 3 ആളുടെ എനർജിയിലും മാറ്റമുണ്ട്. ഇതിവിടെ 3 ആളുടെ എനർജിയും സെയിം ആണ്. അപ്പം പറയാനുള്ളത് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണെങ്കിൽ n മാത്രം നോക്കുക. അതുകൊണ്ട് തന്നെ തേർഡ് ഷെല്ലിൽ എത്ര ഡീജനറേറ്റ് ഓർബിറ്റൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ 9. ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 5. ഇനി സെക്കൻഡ് ഷെല്ല് ചോദിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഷെല്ല് 2sഉം 2pയും രണ്ടിൻ്റെയും n വാല്യൂ സെയിം ആണ്. അപ്പോൾ 2s എന്ന് വെച്ചാൽ ഒറ്റൊരു ഓർബിറ്റൽ, 2p എന്ന് പറയുമ്പോൾ 3 ഓർബിറ്റൽ. അപ്പോൾ ടോട്ടൽ 4 ഡീജനറേറ്റ് ഓർബിറ്റൽ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം വരാം നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ കൺസെപ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കുക, നല്ലപോലെ പഠിക്കുക. വീണ്ടും നമുക്ക് ഇതേപോലത്തെ വീഡിയോസ് എന്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ